AVG വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാൻ ഇസ്രയേൽ US സംഘർഷം വീണ്ടും ലോകത്തെ ആശങ്കയുടെ മുൾമുനയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണ ആധിപത്യം തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇറാൻ ചില നിബന്ധനകൾ ആ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തുവാനും അങ്ങനെ തകർന്നുപോയ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചപ്പെടുത്തുവാനുമൊക്കെയുള്ള ശ്രമം നടത്തി. അപ്പോൾ ഒരുപക്ഷെ ഇറാനും ഇറാൻ്റെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളുമൊക്കെ വിചാരിച്ചിട്ടുള്ളത് തീർച്ചയായും അത് നടപ്പാകുമെന്നായിരിക്കും. പക്ഷേ അമേരിക്ക വളരെ ശക്തമായൊരു നിലപാടുമായി വന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര ജലഗതാഗത മാർഗം അടയ്ക്കുവാൻ യാതൊരു കാരണവശാലും തങ്ങൾ സമ്മതിക്കില്ല എന്ന് വളരെ ശക്തമായ നിലപാടെടുക്കുകയും ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങുന്ന ചരക്ക് കപ്പലുകൾക്ക്, പ്രത്യേകിച്ച് ഓയിൽ കടത്തുന്ന കപ്പലുകൾക്ക് വളരെ ശക്തമായ താക്കീത് ട്രംപ് നൽകുകയും ഗുരുതരമായ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകുകയും അമേരിക്കയുടെ അറിവില്ലാതെ ഒരു കപ്പലുകളും അതിലെ സഞ്ചരിക്കുവാൻ, അമേരിക്കയുടെ തീരുമാനത്തെ അനുസരിക്കാത്ത ഒരു കപ്പലുകളെയോ അതിലെ കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന് ശക്തമായ നിലപാടെടുത്തു. മാത്രമല്ല, അമേരിക്കയുടെ ഏതാണ്ട് 15ഓളം യുദ്ധക്കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്കിന് സമീപത്തേക്ക് എത്തുകയും ഭീകരമായ ഒരു യുദ്ധ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് ഇറാഖ് ഉൾപ്പെടെ ഉള്ള പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് UAE രാജ്യങ്ങൾ ആശങ്കയുടെ മുൾമുനയിലാണ്. ഏതു സമയവും അറബ് രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുമെന്നും അവരുടെ തുറമുഖങ്ങൾ വേണ്ടി വന്നാൽ ആക്രമിക്കുമെന്നും ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ലോകം ഇന്ന് ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. എന്തും സംഭവിക്കാം. ഹോർമുസ് കടലിടുക്ക് ഒരു വലിയ കീറാമുട്ടിയായിട്ട് തീർന്നിരിക്കുന്നു. എന്നാൽ ഇതിനിടയിലും ഒരു ചെറിയ വെളിച്ചം നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, 2 ദിവസം കഴിഞ്ഞ് ഇസ്ലാമാബാദിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാനും അമേരിക്കയും അറിയിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള, ഈ യുദ്ധ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 വിഷയങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്ന്, ഇറാൻ്റെ ആണവ പദ്ധതികൾ അത് തീർത്തും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അമേരിക്കയും സഖ്യകക്ഷികളുമൊക്കെ നടത്തുന്നത്. പക്ഷേ സമ്പുഷ്ട യുറേനിയം ഏതാണ്ട് 440 കിലോഗ്രാം ഇറാൻ്റെ പക്ഷത്തുണ്ടെന്നുള്ളത് പരസ്യമായൊരു രഹസ്യമാണ്. പക്ഷേ റഷ്യ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ സമ്പുഷ്ട യുറേനിയം ഞങ്ങൾ കൈകാര്യം ചെയ്യാം, ഞങ്ങൾ സൂക്ഷിച്ചുകൊള്ളാം, ഇറാനിൽ നിന്നും അത് മാറ്റി ഞങ്ങളതിൻ്റെ കസ്റ്റോഡിയൻസായിട്ട് മാറാം. കാരണം റഷ്യ ഓൾറെഡി നമുക്കറിയാം, ഒരു ന്യൂക്ലിയർ പവറാണ്. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം US-നും നന്നായിട്ടറിയാം. ഏത് സമയവും ഈ റഷ്യ ഈ സമ്പുഷ്ട യുറേനിയം, ഇറാൻ്റെ യുറേനിയം അങ്ങോട്ട് കൈമാറാം. അതൊരു പക്ഷേ ലോകം പോലും അറിയണമെന്നില്ല. അതുകൊണ്ട് 5 വർഷത്തേക്കല്ലേ 10 വർഷത്തേക്ക് ഞങ്ങൾ ഇത് കാത്തുകൊള്ളാം എന്നുള്ളൊരു നിർദ്ദേശം ആണ് വന്നിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ അത് അക്സെപ്റ്റബിളായിട്ടുള്ളൊരു നിർദ്ദേശമാണെന്ന് തോന്നുന്നില്ല. സോ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, ആണവ ഊർജത്തിൻ്റെ വിഷയത്തിൽ ഇനിയും ഒരു തീരുമാനത്തിലെത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഷയം, ഹോർമുസ് കടലിടുക്കിൻ്റെ പൂർണ്ണ ആധിപത്യം തങ്ങൾ കാണുന്ന ഇറാൻ്റെ നിലപാടിനോട് ഇപ്പോൾ ധാരാളം രാജ്യങ്ങൾ അതിനെതിരായിട്ട് നിലകൊണ്ടിട്ടുണ്ട്. പല നിഷ്പക്ഷ രാജ്യങ്ങളും പറയുന്നുണ്ട് അത് തുറന്നിടണം. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര സഞ്ചാര വീതിയാണെന്നും ആ അന്താരാഷ്ട്ര സഞ്ചാര വീതിയിൽ യാതൊരുവിധ ഇടപെടലുകളും നടത്താൻ ആരെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാടും ഇപ്പോൾ പല രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതൊരുപക്ഷെ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലും ഈ അടുത്ത ദിവസങ്ങൾ വരെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു തോൽവിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ വിഷയത്തിൽ അമേരിക്കയ്ക്ക് വീണ്ടും പല ലോകരാഷ്ട്രങ്ങളുടെയും സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ
ഒരുപക്ഷെ ഇറാന് കുറച്ചുകൂടിയൊക്കെ വഴങ്ങാനുള്ള സാധ്യത ഈ 2 ദിവസം കഴിഞ്ഞുള്ള ഇസ്ലാമാബാദിൽ തന്നെ വെച്ച് നടക്കുന്ന ഒത്തുതീർപ്പ് ചർച്ചകളിലൊക്കെ വന്നെന്ന് വരാം. പക്ഷേ അതിനിടയ്ക്കും ട്രംപ് ഒരു ഒളിയം പെയ്തിട്ടുണ്ട്. ഈ 2 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ചർച്ച ഈ 2 ദിവസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് വളരെ വളരെ ഗൗരവമേറിയൊരു വിഷയമായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. ചർച്ചയൊക്കെയുണ്ട്, പക്ഷേ ചർച്ചയ്ക്ക് മുമ്പ് എന്തും നടക്കാം എന്ന് പറയുമ്പോൾ ആ ചർച്ചയുടെ എന്താണ്, ആ ചർച്ച എന്ന് പറയുന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഇതിനെ അത് തീർത്തും തള്ളിക്കളയുന്ന ഒരു പ്രസ്താവനയാണ്. അതോടൊപ്പം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം, റോമിലെ മാർപ്പാപ്പ അതിശക്തമായി യുദ്ധത്തെ അപലപിച്ചപ്പോൾ ട്രംപ് മാർപ്പാപ്പയ്ക്കെതിരായിട്ട് തിരിയുന്ന ഒരു രംഗം ഇപ്പോൾ സംജാതമായിരിക്കുന്നു. അത് മാർപ്പാപ്പയ്ക്കെതിരെയുള്ള ട്രംപിൻ്റെ നിലപാട് തീർച്ചയായും ലോകത്തിലെ കോടാനുകോടി വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അമേരിക്ക ഉൾപ്പെടെ ഒരു ക്രിസ്ത്യൻ രാജ്യമെന്ന് പറയാമല്ലോ, അപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ജനങ്ങൾ ട്രംപിനെതിരായിട്ട് തിരിയുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ കലുഷിതമായ ഒരു ഭീതിയും യുദ്ധസന്നാഹങ്ങളും എല്ലാം നിലനിൽക്കുകയാണ്. ലോകം ഇനി എങ്ങോട്ട് എന്നുള്ള വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ, പ്രത്യേകിച്ച് ഈ പുതിയ നൂറ്റാണ്ടിലെ ഈ പതിറ്റാണ്ടിലെ ഒരു പുതിയ യുദ്ധം പുറപ്പെട്ടാൽ അതിന് ടെക്നോളജി ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ കൺട്രോളിങ് ഫാക്ടറായിട്ട് മാറുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ GPS സംവിധാനം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അറ്റാക്ക് ചെയ്യുവാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പ്രദേശത്തു നിന്നും അറ്റാക്ക് നടത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അരമണിക്കൂറിനുള്ളിൽ ആ പ്രദേശത്തെ സർവ്വസന്നാഹങ്ങളും വേറൊരു പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഈ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജസിനെ കവറപ്പ് ചെയ്യുന്ന ഒരു പുതിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഒരു പ്രദേശത്തു നിന്നും ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ എതിരായിട്ട് ഒരു യുദ്ധസന്നാഹം മിസൈൽ വർഷമുണ്ടായാൽ തന്നെ 15 മിനിറ്റിനുള്ളിൽ ആ ബേസ് മാറി വേറൊരു ബേസിലെത്തും. അപ്പോൾ ആ ബേസിൽ ആക്രമിച്ചാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫെയിലിയറായി. അങ്ങനെ വലിയ വലിയ കണക്കുകൂട്ടലിലും വലിയ ടെക്നോളജിക്കലായിട്ടുള്ള മുന്നേറ്റവും എല്ലാം ദർശിക്കുന്ന ഈ ഒരു വാറിൻ്റെ അത് എത്രയും പെട്ടെന്ന് അവസാനിച്ചില്ലേ, ലോകത്തിന് മുഴുവൻ സർവനാശമാണ്. ജനങ്ങൾക്കും സ്വത്തിനും എല്ലാം ഭീഷണിയാണ്, വലിയ ഭീഷണിയായിട്ടാണ് യുദ്ധത്തിൻ്റെ പോർമുഖം തുറന്നിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം. മറ്റന്നാൾ നടക്കുന്ന ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിൽ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയുവാൻ സാധിക്കൂ.